കൂലി സിനിമ ഇപ്പോൾ OTT ഇറങ്ങിയതിനു ശേഷം ഞാൻ കണ്ടുവരുന്ന നിറച്ച് അതിനെ കുറിച്ചുള്ള ട്രോളാണ്. ആ പടത്തിലുള്ള മിസ്റ്റേക്സ്, ആ പടം തന്നെ ഒരു മിസ്റ്റേക്സ് ആണ് പലരും. ഞാൻ പൊതുവെ അങ്ങനെ മൂവി റിവ്യൂസ് ഒന്നും പറയാറില്ല, പക്ഷെ ഇതെനിക്ക് പറയണം തോന്നി. നമ്മൾ എന്നോട്ട് സിനിമയിലെ ലോജിക്ക് നോക്കാൻ തുടങ്ങി. ഇതേ സിനിമ ഒരു 10 കൊല്ലം മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ അണ്ടർ റേറ്റഡ് ഒന്നും ഇന്ന് ഇറങ്ങിയ 100 കോടി അടിക്കുന്നൊക്കെ നമ്മൾ പറയും. എനിക്ക് പേഴ്സണലി മൂവി നല്ല രീതിയിൽ ഇഷ്ടമായി, നല്ല എൻഗേജിങ് ആയിരുന്നു. സംഭവം വലിയ സ്റ്റോറി ഒന്നും ഇല്ല കേട്ടോ, അതല്ലേ ലോകേഷിന്റെ സിനിമകളിൽ അങ്ങനെ തന്നെയാണ്. ഏത് സിനിമയിൽ എത്ര വലിയ സ്റ്റോറി ഉള്ള ജസ്റ്റ് ഒരു ത്രെഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, ആ ത്രെഡിൽ പിടിച്ച് കയറും ഫുൾ സ്റ്റോറി. ഇപ്പൊ കൈദി നോക്കി കഴിഞ്ഞാൽ എന്താ, ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ഒരു കൈദി അൺഫോർച്ചുനേറ്റ്ലി കുറെ പോലീസുകാരെ കൊണ്ടുപോകേണ്ടി വരുന്നു. അതിന് സംബന്ധമായ ഡ്രഗ്സും ആ രാത്രി നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് വലിയ ട്വിസ്റ്റുള്ള കഥയൊന്നും ഇല്ല. അതുപോലെ ലിയോലെ ഹിസ്റ്ററി ഓഫ് വയലൻസ് നിന്ന് അഡാപ്റ്റ് ചെയ്ത ചെറിയൊരു ത്രെഡ് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇതിന്റെ സ്റ്റോറി കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സിനിമ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, നല്ല എൻഗേജിങ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ അതിൽ ക്യാമിയോസ് ഉള്ള കാര്യം തന്നെ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അത്രയും തന്നെ എൻഗേജിംഗ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു സിനിമ. ഞാൻ വലിയ ലോകേഷിന്റെ ഫാനോ രജനിയുടെ ഫാനോ ഒന്നല്ല, പക്ഷെ ലോകേഷിന്റെ ഒരു വൈബ് ക്രിയേറ്റിംഗ് ഉണ്ടല്ലോ, പ്ലസ് അനിരുദ്ധിന്റെ മ്യൂസിക്, അത് വേറെ ലെവലാണ്. ഇത് കുറച്ച് പഴയ പാട്ടുകളൊക്കെ ചെയ്ത് രാജ്യത്ത് വിദ്യാസാഗറിന്റെ പാട്ടൊക്കെ ഇടയിൽ കുത്തിയേറ്റി അത് കാണുന്ന ഓഡിയൻസിന് നല്ലൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ്. അതുപോലെ ഈ സിനിമയിൽ ഉപേന്ദ്ര ഉള്ള കാര്യമൊക്കെ ഞാൻ കംപ്ലീറ്റ്ലി മറന്നിരിക്കുന്ന സമയത്താണ് ആ ഒരു എൻട്രി വരുന്നത്. അപ്പൊ അത് ശരിക്കും എനിക്കൊരു ഗൂസ് ബംസ് തന്നെയായിരുന്നു. അതുപോലെ തന്നെ അമീർ ഖാന്റെ എൻട്രിയും കൊള്ളാം. എല്ലാം പടം കഴിഞ്ഞിട്ട് വന്നത് എല്ലാം സൂപ്പർ ആയിട്ടുണ്ട്. പക്ഷെ ലാസ്റ്റ് ഞാൻ വിചാരിച്ചു ഇനി നെക്സ്റ്റ് പാർട്ടിലേക്കുള്ള ത്രെഡ് ആയിരിക്കും. അമീർ ഖാൻ നാഗാർജുന്റെ ടീമാണ്, ഇത് കണ്ടിന്യൂ ചെയ്ത് പോകും, ഇവിടെ വെച്ച് പടം നിൽക്കുന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ രജനീകാന്തായിട്ട് അങ്ങോട്ട് ഇൻവോൾവ് ആകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അവിടെ അമീർ ഖാന്റെ റോൾ കംപ്ലീറ്റ്ലി ഇല്ലാതായ പോലെ. പക്ഷെ നാഗാർജുന എനിക്ക് ആകെ അറിയാവുന്ന ഒരു തെലുങ്ക് നടൻ ചെറുപ്പം തൊട്ട് അതായിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആണ്. പുള്ളി ഒരുപാട് ബോളിവുഡ് പടത്തിലൊക്കെ കഴിച്ചിട്ടുണ്ട്. പുള്ളിയുടെ ഒരു ഓറും പവറും രജനീകാന്തിന്റെ ലെവലിലേക്ക് മാച്ച് ആവുന്നതാണ്. പക്ഷെ ആ വില്ലൻ റോളിനും സ്ട്രോങ് ക്യാരക്ടറൊന്നും കൊടുത്തിട്ടില്ല എന്നുള്ള സത്യമാണ്. ഇത്രയും നെഗറ്റീവ് റിവ്യൂസ് വരാനുള്ളതൊന്നുമില്ല. ഫുള്ള് റോസ്റ്റ് ചെയ്യുന്നു, പടത്തിൽ ഫുള്ള് മിസ്റ്റേക്സ് എന്ന് പറയാനുള്ള അത്രയൊന്നുമില്ല. അത്രയും ലോജിക് ഒന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല.